കേരളത്തിലെ മന്ത്രിമാർക്ക് ഇപ്പോൾ 13-ാം നമ്പർ വാഹനം വേണ്ട എന്നാ പറയുന്നത്. കാരണം അതിൽ എന്തൊക്കെയോ അപകടങ്ങൾ നിറഞ്ഞിരിക്കുന്നു. ഇനി ആ നമ്പർ എടുത്ത ആളുകൾ പിന്നീട് ജയിക്കുകയില്ല, എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ടാവും. ഇങ്ങനെയുള്ള ഒരു ധാരണയാണ് അതിന് പിന്നിൽ ഉള്ളത് എന്ന് പറയുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഒന്ന് പരിശോധിക്കുമ്പോഴാണ് ഇതിന് എന്തെങ്കിലും മതപരമായ പശ്ചാത്തലം ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് 13-ാം നമ്പർ ഒരു ഭയമുള്ള നമ്പറായി കാണുന്നത് അതിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്ന് വലിയ ലോകത്തെ പരിഷ്കർത്താക്കളായി സ്വയം ചമയുന്ന യൂറോപ്പിന്റെ ഇടയിലാണ് ഇത്തരത്തിലുള്ള ധാരണ കൂടുതലും ഉള്ളത്. അവിടെ നിന്നാണ് കേരളത്തിലേക്ക് എത്തിയത് എന്ന് പറയുന്നു. എന്നാലും മതപരമായി എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ എന്ന് അന്വേഷിക്കുമ്പോൾ തീർച്ചയായും ക്രൈസ്തവ മതത്തിൽ അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അതിൽ ചില പശ്ചാത്തലങ്ങൾ ഇങ്ങനെ ഉണ്ട് എന്ന് ചില ഇടങ്ങളിൽ വായിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതായത് യേശു ക്രിസ്തു അത്താഴത്തിന് വേണ്ടി പോകുന്ന സമയത്ത് 12 ശിഷ്യന്മാരോട് കൂടെ പോകുമ്പോൾ അതിൽ 13-ാമത്തെ ആളായി വന്നിരുന്നത് യൂദാസ് ആണ്. ആ 13-ാമത്തെ യൂദാസ് ആണ് പിന്നെ യേശുവിന് ഒറ്റിക്കൊടുക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ചെയ്ത ആളായി യൂദാസ് മാറിയിരിക്കുകയാണ്. അത് 13-ാമത്തെ നമ്പർ ആയതുകൊണ്ടാണ് എന്ന ഒരു വിശ്വാസം ചില ആളുകൾക്കിടയിൽ നിലനിൽക്കുന്നു. അതുകൊണ്ടാണ് ഈ 13 ഒരു ഭയമുള്ള നമ്പറായി മാറിയിരിക്കുന്നത് എന്ന് വായിക്കാൻ സാധിച്ചു. അപ്പോൾ ഞാൻ ചിന്തിച്ചത് യഥാർത്ഥത്തിൽ ഇതൊരു ക്രൈസ്തവ മതത്തിലെ ഇങ്ങനെയുള്ള ഒരു വിശ്വാസമാണെങ്കിൽ സ്വാഭാവികമായും കേരള മന്ത്രിസഭയിൽ ഹൈന്ദവരും അതുപോലെ തന്നെ മുസ്ലിങ്ങളും ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളെയൊക്കെ നഖശിഖാന്തി എതിർക്കുന്ന മുസ്ലിം ലീഗിലെ മന്ത്രിമാരടക്കമുണ്ട്. പക്ഷെ അവരും എന്തുകൊണ്ട് ഈ 13-ാം നമ്പർ ഒഴിവാക്കി എന്നതാണ് ഞാൻ ആലോചിച്ചത്. കാരണം കഴിഞ്ഞ മന്ത്രിസഭയിൽ അവർക്ക് അങ്ങനെ ഒരു വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് LDF സർക്കാരിന്റെ കാലത്ത് 13-ാം നമ്പർ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ ഈ 13-ാം നമ്പറിന് ഒരു പ്രശ്നവും കാണാത്ത മുസ്ലിം ലീഗ് മന്ത്രിമാരും എന്തുകൊണ്ട് ഇത് ഉപയോഗിക്കുന്നില്ല എന്നതാണ് ഞാൻ ചിന്തിച്ചത്. എന്നാൽ അതിന് യഥാർത്ഥത്തിൽ ഒരു ഉത്തരം ലഭിച്ചിട്ടില്ല. എന്തായാലും യൂറോപ്യൻ രാഷ്ട്രങ്ങളിലുള്ള ഒരു വിശ്വാസമാണ് ഇത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഏതായാലും ഒറ്റിക്കൊടുത്ത യൂദാസ് 13-ാമത്തെ നമ്പറായി എന്നത് ശരിയാണ്. യഥാർത്ഥത്തിൽ ആ കൂട്ടത്തിൽ ആര് ഒറ്റിക്കൊടുക്കുകയാണെങ്കിലും ഏതെങ്കിലും ഒരു നമ്പർ അതിൽ ഉണ്ടാകുമെന്നതിൽ സംശയമില്ല. പക്ഷെ അത്തരം കാര്യങ്ങൾ ഒരു മതവിശ്വാസമാണെങ്കിൽ എനിക്കറിയില്ല ക്രൈസ്തവ മതത്തിൽ അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടോ എന്ന്. പക്ഷെ അങ്ങനെ ഉണ്ട് എങ്കിൽ നമ്മൾ അതിനെ വിമർശിക്കേണ്ടതില്ല. അതൊക്കെ ഒരു വിശ്വാസത്തിന്റെ തലങ്ങളായി അതിനെ പരിഗണിക്കാവുന്നതാണ്. പക്ഷെ ആ വിശ്വാസം ഇല്ലാത്ത മുസ്ലിം ലീഗിലെ മന്ത്രിമാർക്ക് എന്തുകൊണ്ട് ഈ നമ്പറിലുള്ള കാർ ഉപയോഗിച്ചുകൂടാ എന്നത് വളരെ പ്രസക്തമായൊരു ചോദ്യമായി ഇവിടെ നിലനിൽക്കുകയാണ്.